നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുക എന്നുള്ളത്. പക്ഷേ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു മാസം ഒരാളുടെ കീഴിൽ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി അതിനുള്ള ശമ്പളം കിട്ടും. അതേസമയം നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ അല്ലെ ഒരു വർഷമോ നിങ്ങൾ ചിലപ്പോൾ സാലറി ഇല്ലാതെ തന്നെ ജോലി ചെയ്യേണ്ടി വരും. അതേസമയം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് നിങ്ങൾ സാലറി കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം 1-2 വർഷത്തേക്കെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. മാത്രമല്ല ഇതിനു പുറമെയാണ് ബിസിനസ്സിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന തുക ഇതിനു പുറമെയാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും എംപ്ലോയീസിന് സാലറി കൊടുക്കാനും പ്രോഡക്റ്റോ സർവീസോ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പർച്ചേസ് ചെയ്യാനോ എല്ലാം ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന ക്യാപിറ്റലാണ് ഉപയോഗിക്കുക. അതേസമയം നിങ്ങൾ റിസർവായി നിങ്ങളുടെ ചിലവിന് വേണ്ടി മാറ്റിവെച്ച എമൗണ്ട് വേറെ തന്നെ കാണുകയും വേണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓണർ എന്ന നിലയിൽ ചിലപ്പോൾ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള തുക നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മാത്രമല്ല ഈ 1 വർഷ കാലയളവ് എന്ന് പറയുന്നത് ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഒരു 80% ബിസിനസ്സുകളും നഷ്ടത്തിലായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൂട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒരു 20% ബിസിനസ്സുകൾ മാത്രമാണ് ആദ്യത്തെ 1 വർഷത്തിൽ അതിജീവിക്കുന്നത്. അതിനുശേഷവും പിന്നീട് ഉള്ള ഒരു 2-3 വർഷത്തിൽ ഈ 20%-ത്തിൽ ഒരു 15 പേർ വീണ്ടും ബിസിനസ് നിർത്തിപ്പോകുന്നു. ബാക്കി വരുന്ന ഒരു 5 പേരായിരിക്കും ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അതിനുള്ള ക്ഷമയും അതുപോലെ തന്നെ പ്രതിസന്ധികളെ നേരിടാനുള്ള കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പക്ഷം ഈ തോറ്റുപോകുന്നവരുടെ പട്ടികയിലേക്ക് നിങ്ങൾ കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നില്ല. പിന്നെ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ തുകയ്ക്ക് എല്ലാം പുറമെ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കാനുള്ള വേറെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ പക്ഷം കയ്യിലുള്ള എല്ലാം ചിലവാക്കി ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലാൻ ബി ഇല്ലാതെ ആയി പോകരുത് ഒരിക്കലും. 9 to 5 ജോബിൻ്റെ സേഫ്റ്റി ഒരിക്കലും ഒരു ബിസിനസ്സിന് പ്രദാനം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു 5-10 വർഷം നിങ്ങളിത് പിടിച്ചു നിന്ന് മുന്നോട്ട് പോയി ബിസിനസ് സക്സസ്ഫുള്ളായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിത നിലവാരവും ഇപ്പോൾ കാണുന്ന ബിസിനസ്സുകാർക്ക് ആസ്വദിക്കുന്ന രീതിയിലുള്ള ഒരു ഹൈഫൈ ലൈഫ് ഒക്കെ ആസ്വദിക്കാൻ പറ്റിയെന്നും വരും. പക്ഷേ ചാൻസസ് മേ ബി ലെസ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ആ റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റും, കോൺഫിഡൻസ് ഉണ്ട്, എന്ത് പ്രതിസന്ധികൾ വന്നാലും നേരിടാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യൂ.